നമസ്കാരം. കേരളത്തിൽ വരാതെ മെസ്സി രാജ്യമൊട്ടുക്കും കറങ്ങി നടക്കുന്നു എന്ന വലിയ പരാതിയിലാണ് കേരളത്തിലെ സഖാക്കന്മാർ. എന്ത് ചെയ്യാം, മെസ്സിയെ ഇവിടെ കൊണ്ടുവരാൻ വലിയ നിർവാഹമൊന്നുമില്ലല്ലേ. പക്ഷെ അതിനിടയിലും വലിയ രീതിയിലുള്ള പ്രശ്നമാണ് മെസ്സിയുടെ ബംഗാൾ സന്ദർശനം വരുത്തി വച്ചിരിക്കുന്നത്. ബംഗാളില് മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകളാണ് ബംഗാൾ സർക്കാർ ഇവിടെ വരുത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുന്നു. മെസ്സി എത്തിയ പശ്ചിമ ബംഗാളിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ ഒരു പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടാണ് എന്ന ഒരു പരാതി ഉയർന്നു കേൾക്കുന്നു. എന്തായാലും മമതാ സർക്കാരിന് മറ്റുള്ള ആൾക്കാരെ ഒന്നും പ്രവേശിപ്പിക്കാൻ ഇഷ്ടമില്ല, തങ്ങളുടെ ആൾക്കാരും എന്നുള്ള രീതിയാണ് എപ്പോഴും പിന്തുടർന്ന് വരുന്നത്. ആ ഒരു രീതിയിലുള്ള പെരുമാറ്റമാണ് മമതാ സർക്കാർ കാണിക്കുന്നതെന്നാണ് വലിയ പരാതി. മുമ്പ് നമ്മുടെ കേരളത്തിലെ ആറാന്തപുരാൻ എന്ന സിനിമയിൽ പോലെ ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും എന്ന് പറഞ്ഞ പോലെയാണ് പശ്ചിമ ബംഗാളിലെ കാര്യമൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മുൻ സൂചിപ്പിച്ച പോലെ പ്രശ്നങ്ങൾ ഉയർന്നു കേൾക്കുന്നു. ഇതിനിടയിൽ മെസ്സി മുംബൈയിലേക്ക് പറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ വാങ്ഡെ സ്റ്റേഡിയത്തിൽ മെസ്സി എത്തും. അവിടെ ക്രിക്കറ്റ് ക്ലബിൻ്റെ ഒരു പാഡൽ പ്രദർശന മത്സരമുണ്ട്. പാഡൽ പ്രദർശന മത്സരത്തിന് ശേഷം ഇവിടെ ഗോട്ട് പ്രദർശനം എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ഷോയിലും മെസ്സി പങ്കെടുക്കുന്നുണ്ട്. ഷോയിൽ സച്ചിൻ തെണ്ടുൽക്കറും ജാക്കി ഷ്രോഫും ജോൺ അബ്രഹാമും അടക്കം ഒരു വലിയ താരനിരയാണ് ആ ഗോട്ട് ഇന്ത്യ ടൂറിൽ പങ്കെടുക്കുന്നത്. വലിയ രീതിയിലുള്ള സന്നാഹങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും മെസ്സിയുടെ സന്ദർശനം വലിയ ചർച്ചയാകുന്നു. ഹൈദരാബാദിൽ മെസ്സി സന്ദർശനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ മെസ്സി സന്ദർശനം നടത്തുമ്പോഴും കേരളത്തിൽ വരാത്തത് വലിയ ഒരു പ്രശ്നമായിരിക്കും. കേരളത്തിലെ ആരാധകർക്കും വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി ഇരിക്കുകയാണ്. സഖാക്കന്മാരുടെ കേരളത്തിലെ ഒരു വലിയ അട്ടിമറിയുടെയൊക്കെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വരാനായിട്ട് മെസ്സിക്ക് കഴിയാത്തത്. മര്യാദയ്ക്ക് വളരെ വളരെ കൃത്യമായ ഒരു രീതിയിൽ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ, അതായത് ഇടനിലക്കാരെ ഒന്നും ഉപയോഗിക്കാതെ വളരെ നല്ല നേർരേഖയിലുള്ളൊരു മാർഗമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മെസ്സി കേരളത്തിലും എത്തുമായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടുത്തെ ട്രീ കട്ടർ മുതലാളിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. ആ ട്രീ കട്ടർ മുതലാളി ഇടയിൽ നിന്ന് പണി കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പൈസ തട്ടാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് അയാൾ നടത്തിയത് എന്നാണ്. അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പരിഷ്കരിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം, ഇന്ന് കാശൊക്കെ കൊടുത്ത് പരിഷ്കരിക്കാനുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെ അതിൻ്റെ വർക്ക് പരമാവധി നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയൊക്കെ കേരളത്തിൽ ഉണ്ടാക്കി ഇതുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് വലിയ വെല്ലുവിളികളും വലിയ രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങളും ഒക്കെ ആയിരുന്നു മെസ്സി കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവസാനം ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ മെസ്സി കേരളത്തിലേക്ക് വന്നില്ല. വലിയ നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും. അർജന്റീനയ്ക്ക് ഏറ്റവും അധികം ആരാധകരുള്ള കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരാൻ കഴിയാത്തത്. പക്ഷേ മെസ്സി ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.